ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ കാണിക്കുന്നത് വേറൊരു രീതിയിൽ എങ്ങനെ കൃഷ്ണവേഷം തയ്ക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുക. ഇതിപ്പോൾ ഇത്തിരി സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾ എടുക്കുമ്പോൾ സാറ്റേൺ മെറ്റീരിയൽ എടുക്കുക. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സാറ്റേണിൽ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ബോർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞുറിച്ചിലൊക്കെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് താഴത്തെ പോർഷൻ 14 ഇഞ്ചിന് പകരം 12 ഇഞ്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മേളത്തേൽ 5 ഇഞ്ചാണ് റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഹൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് പോലെ മടക്കി വെച്ചിട്ട് ഈ രണ്ട് പീസും കൂടി രണ്ട് സൈഡും കൂടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതുപോലൊരു പീസ് പുറത്തോട്ട് വരും. ഇതുപോലെ രണ്ട് കാലിലെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പീസ് പുറത്തോട്ടിങ്ങനെ ചെറിയൊരു പീസ് പുറത്തോട്ടിങ്ങനെ കാണും. അപ്പോൾ ഇതുപോലെ രണ്ട് കാലിലെ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കാലിലെ ആ പീസിലും ഇതുപോലെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ പുറത്തോട്ട് കാണും, ഒരു പീസ് കാണും. അപ്പം നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെയ്യേണ്ട ലെഫ്റ്റ് സൈഡിലെ പോർഷനിൽ കാണിച്ചിരിക്കുന്ന പോലെ തിരിച്ചിടുക. എന്നിട്ട് ഈ സ്റ്റിച്ച് റൈറ്റ് സൈഡിലെ ഈ രണ്ട് പീസ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തത്, അതും ഈ ലെഫ്റ്റ് സൈഡിലെ ആ ഒരെണ്ണം കൂടിയുള്ളത് കൂട്ടിപ്പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസ് കണ്ടോ, മറ്റേ സൈഡിലുള്ള പീസാണ്, അതും കൂടി ഒരുമിച്ച് പിടിച്ച് ഒറ്റ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ ഓരോ പീസ് നമുക്ക് കാണാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞുറിച്ചിലിട്ട് അവിടെ മേളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനി പഴയതുപോലെ തന്നെ നമ്മൾ പാൻറ്റിൻ്റെ മുകളിലത്തെ ആ റെക്റ്റാങ്കുലർ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇതുപോലെ വേറൊരു കളർ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി വെക്കുക. അതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ചിട്ട് നമ്മളൊരു താഴത്തോടൊരു ഹൈറ്റ് 8 മാർക്ക് ചെയ്യുക. അവിടുന്ന് ഈ മുകളിൽ വെച്ചിരിക്കുന്ന പോർഷൻ്റെ, അതായത് ഇതുപോലെ ഈ സെൻറ്റർ പാർട്ടിലോട്ട് നമ്മളൊരു ലൈൻ നേരെ കർവായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ നേരത്തെ ഹൈറ്റ് നമുക്ക് 14 ആയിരുന്നു പാൻറ്റിൻ്റെ, ഇവിടെ ഞാൻ 12 ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിലത്തെ ആ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഹൈറ്റ് ഞാനൊരു 5 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ താഴെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ബോർഡർ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന യെല്ലോയുടെ തന്നെ ഒരു ബോർഡറാണ്, അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരിയും കൂടി ഇതിപ്പോൾ ഇത്തിരി സ്റ്റിഫാണ്. ഞങ്ങൾക്ക് ഇത്തിരിയും കൂടി സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കറക്റ്റായിട്ട് കർവായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ വെച്ച് കാണിക്കുന്നത് പോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. ഇനി ചെയ്യേണ്ട, നമ്മൾ ആ റെക്റ്റാങ്കുലർ പോർഷനിലെ മേളത് അത് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ റെഡ് പോർഷൻ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ നല്ല വശവും ഈ റെഡ് പോർഷന് നല്ല വശവും ഇല്ലേ, അതും ആ യെല്ലോയുടെ അകത്തെ പോർഷനും കൂടി കൂട്ടിപ്പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. തിപ്പി കാണിക്കുന്നത് പോലെ വേണം നമ്മൾ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗ്ഗത്തിന് ഇത്തിരി ഈസി ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ മറിച്ചെടുക്കണം. ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ മെറ്റീരിയൽ വെക്കുക. ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കതിൽ ഇലാസ്റ്റിക് കയറ്റാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് മേളിലത്തെ ആ പോർഷനും താഴത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ താഴത്തെ പോർഷൻ പാൻറ്റിൻ്റെ ഹൈറ്റ് 14 പകരം 12 ആയിരുന്നു. 12 ഇഞ്ചാണ് ഇവിടെ എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഹൈറ്റ് 12 ഇഞ്ചാണ്.
അപ്പോൾ മേളിലത്തെ പോർഷൻ ഞാനൊരു 5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അതിപ്പോൾ ഇത്തിരി എക്സ്ട്രാ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ കണ്ടോ, അവിടെ വെച്ചാണ് ഞാനിത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിൻ്റെ നല്ല വശവും മേളിലത്തെ നല്ല വശവും കൂടി കൂട്ടിപ്പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ മേളിലത്തെ പോർഷനും താഴത്തും കൂടി തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഹൈറ്റ് വരുന്നത് 14 ആണ്. നമ്മുടെ ധോത്തിയുടെ പാൻറ്റിൻ്റെ ഹൈറ്റ് 14. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നല്ല വശവും കൂടി നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് വേണം റൗണ്ടായിട്ട് ചുറ്റിനും മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇതുപോലൊരു ക്ലോത്ത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റത്ത് ഇഷ്ടമുള്ള ഒരു ബോർഡർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈറ്റ് 14 അല്ലേ പാൻറ്റിൻ്റെ, ഇവിടെ ഒരു 16 ഹൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണം 18ൻ്റെ കൂടെ 9 കൂടി കൂട്ടുമ്പം 26 പക്ഷെ ഞാനിവിടെ ഒരു 30ഓളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കാണാൻ നിങ്ങൾക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. ഓക്കെ, അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോൾ 2 സൈഡിലും ആ ബോർഡർ കളർ കാണണം. ആ രീതി വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ആ യെല്ലോ പോർഷൻ്റെ മുകളിലോട്ടല്ല വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ അറ്റത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡിൽ കുറച്ച് ലേസും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 9 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ മടക്കി വെക്കണം. അപ്പോൾ ഒന്നിനൊന്ന് പുറത്തായിട്ട് നമ്മൾ ഫ്ലീറ്റ്സ്, സാരിയുടെയൊക്കെ ഫ്ലീറ്റ്സ് എടുക്കുന്ന കണക്ക് ഇതുപോലെ മടക്കി വെക്കുക. അപ്പോൾ നമുക്കിതൊരു 6 ആക്ക് പോലെ ആയിരിക്കും ആ ബോർഡർ കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ പുറത്തോട്ട് ഇത് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ മേളത്തെ പോർഷൻ്റെ ഈ സൈഡ് നമ്മൾ മടക്കി അടിച്ച് വെക്കണം. അതുപോലെ മറ്റേ സൈഡെന്ന് പറയുന്നത് നമ്മുടെ ആ പാൻറ്റിൻ്റെ കൂടെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ട. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കി പാൻറ്റിൻ്റെ ഹൈറ്റ് വരുന്ന രീതിയിൽ പാൻറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇതൊപ്പം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്പേസിൽ ഇലാസ്റ്റിക് കയറ്റണം. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ പോർഷനും പാൻറ്റും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പം നമ്മളിവിടെ ഈ കൃഷ്ണവേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.